ശ്രീ ഔസേഫ്, എനിക്ക് അറിയാത്ത ഒരു കാര്യം, ഇപ്പോൾ താങ്കൾ 5 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ള ദൃശ്യം കാണിച്ചല്ലോ, ആ പൈസ തിരിച്ചു വാങ്ങിച്ചിട്ടുണ്ട് അതേ സമയത്ത് തന്നെ എന്ന് ഇദ്ദേഹവും പറയുന്നു. ഞാൻ ആ തർക്കത്തിലേക്ക് കടക്കുന്നില്ല, അതിപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട വിഷയമല്ലോ. എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, താങ്കൾ 5 ലക്ഷം രൂപ കൊടുത്ത് ജോലി വാഗ്ദാനം ചെയ്തൊരു ഒത്തുതീർപ്പ് കരാർ ഉണ്ടാക്കിയെങ്കിൽ പിന്നെ 5 ലക്ഷം കൊണ്ടുപോയി എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് ഇദ്ദേഹത്തെ പിടിച്ച് മർദ്ദിപ്പിക്കേണ്ട എന്ത് കാര്യമുണ്ട്? സാറേ, ഇയാളെ മർദ്ദിച്ചു എന്ന് പറയുന്ന ശുദ്ധ കളവാണ്. 15 പേജ് വരുന്ന പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് ഞാൻ വായിക്കാം. ദിനേഷ് പുറത്തേക്ക് പോകുവാൻ നോക്കുന്ന സമയത്ത് അവർ അയാളെ തടഞ്ഞു നിർത്തുന്നതായും അപ്പോൾ കൂടെയുള്ള ആൾ സമീപത്തായി നിൽക്കുന്നതായും ആ സമയത്ത് ഇതിലെ പരാതിക്കാരൻ്റെ മകനായ പോൾ ജോസഫ് അവിടേക്ക് വരുന്നതായും പുറത്തേക്ക് പോകുവാനായി ശ്രമിക്കുന്ന ദിനേഷിനെ എല്ലാവരും ചേർന്ന് തടഞ്ഞു നിർത്തുന്നതായും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ടെങ്കിലും ടിയാൻ ആരോപിക്കുന്ന പ്രകാരം ടിയാൻ്റെ വായിലേക്ക് ബിരിയാണി കുത്തിത്തിരുന്നതായി കാണപ്പെട്ടിട്ടില്ലാത്തതാണ്. ഇത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടാണ്, ഇത് സർക്കാരിലേക്ക് കൊടുത്ത റിപ്പോർട്ടാണ്. ഇവൻ ശുദ്ധ നുണയാണ് പറയുന്നത്. ഇത് ഇവിടെ കുറ്റിപ്പുറത്ത് റോയൽ സിറ്റി ഹോട്ടലിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ് ഇയാൾ. സ്വഭാവ ദൂഷ്യം കൊണ്ട് അയാളൊന്ന് പിരിച്ചുവിട്ടതാണ് ഇയാൾ എന്നിട്ട് അവിടുന്ന് ആ ഹോട്ടൽ ഉടമേനെ ഭീഷണിപ്പെടുത്തി 1 ലക്ഷം രൂപ വാങ്ങിച്ചു കൊണ്ടുവന്ന ആളാണ്. പോലീസ് അന്വേഷിക്കാൻ ചെന്നപ്പോൾ പോലീസിൽ നിന്ന് കിട്ടിയ മറുപടിയാണ്, അന്വേഷിക്കാൻ 20 ദിവസം കഴിഞ്ഞിട്ടാണ് പോലീസ് അന്വേഷിക്കാൻ ചെല്ലുന്നത്. ഈ പണം റിക്കവറി നടത്താനായിട്ട് 20 ദിവസം കഴിഞ്ഞ് അന്വേഷിക്കാൻ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇയാളുടെ താങ്കൾ പറഞ്ഞ ACPയുടെ റിപ്പോർട്ട് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ 5 ലക്ഷം രൂപ കൊടുത്ത ഒരു ഒത്തുതീർപ്പുണ്ടാക്കിയല്ലോ നിങ്ങൾ തമ്മിൽ. ആ ഒത്തുതീർപ്പിന് ശേഷം ഇയാൾ ജോലി ചെയ്യാൻ വരാതിരുന്നതാണോ, ജോലി കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒത്തുതീർപ്പിന് ശേഷം പിന്നെ നിങ്ങൾ പോലീസ് കംപ്ലൈന്റ് കൊടുത്തത് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഇല്ലില്ല, അയാൾ അത് പറയുന്ന ശുദ്ധ നുണയാണ്. ഞാൻ അയാൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞല്ല. ഇയാൾ ചെന്ന SIയോട് പറഞ്ഞു, സാർ പറഞ്ഞ മാതിരി അയാളെല്ലാം ചെയ്തു, എനിക്ക് ജോലി, നല്ല മുതലാളിയാണ്, എനിക്കൊരു ജോലി തരാമെന്ന് പറഞ്ഞത് അയാളാണ് പറയുന്നത്. ഞാൻ ഒത്തുതീർപ്പ് നടത്തുകയല്ല ചെയ്തത്, ഞാൻ പണം കൊടുത്തത് അയാൾ പറഞ്ഞ മാതിരി തന്നെ. അത് ഒരു ഫാക്ടിൽ ശരിയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പണം കൊടുത്തത് 5 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ എൻ്റെ മകനെയും എൻ്റെ 3 ജീവനക്കാരെയും 15 മിനിറ്റിലുള്ള FIR നമ്പർ ഇട്ടിട്ട് പോസ്കോ കേസടക്കം ചുമത്തി റിമാൻഡ് ചെയ്യും, മെഡിക്കൽ ചെക്കപ്പ് നടത്തി റിമാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞ് എന്നെ സമ്മർദ്ദത്തിലാക്കി ഭീഷണിപ്പെടുത്തി എൻ്റെ ആൾക്കാരെ ലോക്കപ്പിൽ ഇട്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പണം കൊടുത്തത്. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഇവനെ പോലെയുള്ള ക്രിമിനലുകൾക്ക് 5 ലക്ഷം കൊടുക്കാനായിട്ട് ഞാൻ കള്ളക്കടത്ത് നടത്തുന്ന വ്യക്തിയല്ല. ഞാൻ സ്റ്റാൻഡേർഡ് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. സർക്കാരിലേക്ക് GST കൊടുത്തുകൊണ്ട് സ്റ്റാൻഡേർഡ് ബിസിനസ് നടത്തുന്ന വ്യക്തിയാണ്. ഈ പരിസരത്ത് അന്വേഷിച്ചാലറിയാം, 175 ജീവനക്കാർക്ക് ജോലി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞല്ലോ, അവനെ പറ്റിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന്. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയതല്ല. അവൻ്റെ 15 ലക്ഷം രൂപ വരുന്ന ബ്രീസ കാറിൽ അവനെ ഓടിച്ച് അവൻ്റെ ഇടത് സൈഡിൽ ഇരുന്നിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അവിടെ വന്ന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കവറിൽ എടുത്തുകൊണ്ട് വന്ന് 50,000-ൻ്റെ 8 കെട്ട് കൊടുത്തിട്ട് ഞാൻ ഇവനോട് വീണ്ടും പറഞ്ഞു, നീ 4 ലക്ഷത്തിന് സമ്മതിക്കുക. അപ്പോൾ അവൻ പറഞ്ഞത് പറ്റില്ല, 3 ലക്ഷം പോലീസുകാർക്ക്, 2 ലക്ഷം എനിക്കുള്ളത്, 1 ലക്ഷം കൂടി കിട്ടണമെന്ന് പറഞ്ഞ് അവൻ തർക്കിച്ച് അവിടുന്ന് പണം വാങ്ങിച്ചു. അവൻ്റെ മൊബൈലിൽ ഒരു ഇതുകൂടി എടുത്തു, ഒരു സെൽഫി കൂടി എടുത്തു. നമ്മൾ തമ്മിലുള്ള പ്രശ്നം ഇവിടെ തീർന്നു എന്ന് പറഞ്ഞ് അവൻ ഒരർത്ഥത്തിൽ പറഞ്ഞുള്ളൂ, അവനെ ഞാൻ പറ്റിച്ചു എന്ന്. പറ്റിച്ചതല്ല, അവൻ്റെ കുറ്റകരമായ ഈ ക്രിമിനൽ നടപടിക്ക് കൊടുത്ത മറുപടിയാണ്. എൻ്റെ വീട്ടിൽ CCTVയുടെ മുൻവശത്ത് താഴെ ഇരുത്തിയിട്ടാണ് ഇവന് പണം കൊടുത്തത്. ആ 8 കെട്ടും നോക്കിയാൽ അറിയാം, 50,000 രൂപ വീതമുള്ള 8 കെട്ടാണ് അവന് കൊടുത്തത്. അപ്പൊ 4 ലക്ഷം. പിന്നെ അവൻ രണ്ടാമത് എന്നോട് ബാർഗൈൻ ചെയ്ത് വാങ്ങിച്ചാണ് 1 ലക്ഷം. അങ്ങനെ 5 ലക്ഷം ഇട്ടിട്ട് അവൻ വണ്ടി ഓടിക്കുന്നു, ഞാൻ ഇടത് സൈഡിൽ ഇരിക്കുന്നു. അവിടെ സ്റ്റേഷനിൽ ചെന്നിട്ട് ആ വണ്ടി ലോക്ക് ചെയ്ത് അവൻ ഇറങ്ങുന്നു. പണം അവൻ്റെ ഡിക്കിയിൽ വെച്ച് പൂട്ടിയിട്ടാണ് അവനെ SIയോട് ചെന്ന് പറഞ്ഞു, സാറ് പറഞ്ഞ മാതിരി അയാളെല്ലാം സെറ്റ് ചെയ്തു, എനിക്ക് പരാതിയില്ല, നല്ല മുതലാളിയാണ്, എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അവൻ്റെ വെർഷനാണ്. ഞാൻ ഇങ്ങനത്തെ ഒരു ക്രിമിനലിനെ ഞാൻ എൻ്റെ ഹോട്ടലിൽ ഷെഫായിട്ട് വെക്കുകയോ? ഇവനെ നിരവധിയായ ഹോട്ടലുകളിൽ നിന്ന് പ്രശ്നമുണ്ടാക്കി പോകുന്ന ആളാണ്. ഈ കുറ്റിപ്പുറത്ത് റോയൽ സിറ്റി എന്ന് പറഞ്ഞ ഹോട്ടലിൽ ജോലി ചെയ്ത് അവിടെ നിന്ന് പിരിച്ചുവിടപ്പെട്ട വ്യക്തിയാണ്. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നില്ല. പോലീസ് സ്റ്റേഷനോട് തന്നെ ഇദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാം. പോലീസ് അന്വേഷിച്ച് ചെന്നപ്പോ ഇദ്ദേഹത്തിന് വീട്ടിൽ ഇയാളുടെ 1ാം ഭാര്യയുടെ വീട്ടിൽ അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്.